Hi, welcome to W Center WhatsApp Business Official API. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ചെയ്ത ആളുടെ പേര്, ലൈസൻസ് റിഡീം ചെയ്യാൻ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയും. ആദ്യം തന്നെ നമുക്ക് ചാനലിലേക്ക് പോകാം. ചാനലിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ലിമിറ്റ്, എത്ര ലിമിറ്റ് ഉണ്ട്, നമുക്ക് മെസ്സേജ് ലിമിറ്റ്സ് എത്രയാണ് നമുക്ക് പെർ ഡേ ഉള്ളത്, അതേപോലെ ഇതിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, ക്വാളിറ്റി സ്കോർ, അതേപോലെ നമ്മുടെ ബാലൻസ് കാര്യങ്ങളൊക്കെ, എത്ര എമൗണ്ട് ബാലൻസ് ഉണ്ട് നമുക്ക് അങ്ങനെയൊക്കെ ഇവിടെ കാണാൻ കഴിയും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെംപ്ലേറ്റ്സ്, നമ്മൾ ഓരോ വാട്സാപ്പ് മെസ്സേജും നമ്മൾ ടെംപ്ലേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ടെംപ്ലേറ്റ്സ് 3 തരം ഉണ്ട്. ഒന്ന് നമുക്ക് മാർക്കറ്റിംഗ് ടെംപ്ലേറ്റ്സ് ഉണ്ട്, യൂട്ടിലിറ്റി ടെംപ്ലേറ്റ്സ് ഉണ്ട്, ഒതന്റിക്കേഷൻ ഉണ്ട്. നോർമലി നമ്മുടെ കണ്ടന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ടെംപ്ലേറ്റ്സ് അപ്രൂവൽ ആവുന്നത്. മാർക്കറ്റിംഗ് മെസ്സേജസിൽ നമുക്ക് ഏത് രീതിയിലുള്ള ടെംപ്ലേറ്റ്സും അപ്രൂവൽ കിട്ടും. പക്ഷേ ഒരു പ്രശ്നം, അതിൽ എമൗണ്ട് വന്നിട്ട് കൂടുതലാണ്. മോർ ദാൻ 75 പൈസ പ്ലസ് GST ആണ് ഒരു മെസ്സേജിന് നമുക്ക് മാർക്കറ്റിംഗ് മെസ്സേജസിന് ഇന്ത്യയിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോസ്റ്റ്. അത് യൂട്ടിലിറ്റി മെസ്സേജ് ആകുമ്പോൾ നമുക്കത് 11.5 പ്ലസ് GST ആണ് നമുക്ക് വരുന്ന ചാർജ്. നമുക്ക് ഏത് ഭാഷയിലേക്ക് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, യൂട്ടിലിറ്റി ടെംപ്ലേറ്റ്സ് അപ്രൂവൽ എടുക്കാം. ആദ്യമായി നമുക്ക് ഏത് ഭാഷയിലേക്കാണോ വേണ്ടത് ആ ഭാഷ നമുക്ക് ചൂസ് ചെയ്യാം. യൂട്ടിലിറ്റി മെസ്സേജസ് ആണെങ്കിൽ നമുക്ക് ഇന്ററാക്റ്റീവ്, ടെക്സ്റ്റ് ആണെങ്കിൽ ടെക്സ്റ്റ്, മീഡിയ ആണെങ്കിൽ ജസ്റ്റ് മീഡിയ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാമ്പിൾ ഒരു പിക്ചർ ഇതിൽ കൊടുക്കേണ്ടതുണ്ട്. ഇതൊരിക്കലും മെസ്സേജ് ആയിട്ട് പോകുന്നതല്ല, സാമ്പിളായിട്ട് വരുന്നൊരു പിക്ചറാണ്. കണ്ടന്റ്, വീഡിയോ, ഈ രീതിയിലേക്ക് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ബോൾഡ് ആക്കാനോ മറ്റൊക്കെ ഇവിടെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സമയത്തും നമുക്ക് വാരിയബിൾസ്, ബോഡി നമുക്ക് ചേഞ്ചസ് ചെയ്യാനുള്ള, കണ്ടന്റിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഐറ്റംസ് ഇവിടെ കൊടുക്കാം. ഡിയോ ഓർഡർ, നമുക്കിവിടെ 2 ബോഡി കണ്ടന്റ് ആണ്. നമ്മൾ അതിന്റെ സാമ്പിൾസ് ഇവിടെ കൊടുക്കുന്നു. ഓക്കെ, അതുകൂടാതെ ഫോട്ടോസ് കൊടുക്കാം, ബട്ടൺസ് കൊടുക്കാം. നമുക്ക് ഇൻട്രസ്റ്റഡ് ആണ് ഇൻട്രസ്റ്റഡ്, കോൾ ബട്ടൺ കൊടുക്കാം, വെബ്സൈറ്റിലേക്ക് വിസിറ്റ് ചെയ്യാനുള്ള ബട്ടൺ കൊടുക്കാം, കസ്റ്റമായിട്ട് ഏത് രീതിയിലേക്കുള്ള ബട്ടൺസ് നമുക്ക് കൊടുക്കാം. ദെൻ ടെംപ്ലേറ്റ് സേവ് ചെയ്യുന്നു. അപ്ലൈ വിത്ത് ഫേസ്ബുക്ക്, ഫേസ്ബുക്കിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാണ് ഈ സംഭവം അപ്രൂവലിന് വേണ്ടിയിട്ട്. നമുക്കറിയില്ല ഇത് അപ്രൂവൽ കിട്ടുമോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല. ലെറ്റ്സ് സീ. നമ്മൾ ഫേസ്ബുക്കിന്റെ സെർവറിലേക്ക് പോവാണ്. ടെംപ്ലേറ്റ് സബ്മിറ്റഡ് സക്സസ്ഫുള്ളി വന്നു മെസ്സേജ്. ഇവിടെ പെൻഡിങ് എന്നാണ് കാണിക്കുന്നത്. അത് നമ്മളിവിടെ സിങ്ക് ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും അത് വെദർ ഇറ്റ് ഈസ് അപ്രൂവ്ഡ് ഓർ നോട്ട്. യെസ്, നമ്മൾ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞു കേട്ടോ. ഇതുപോലെ നമുക്ക് ഏതൊക്കെ ടെംപ്ലേറ്റ്സ് വേണോ ആ രീതിയിലേക്ക് നമുക്ക് ടെംപ്ലേറ്റ്സ് അപ്രൂവൽ എടുക്കാം. ഓക്കെ, നമ്മൾ ചാനൽസിലേക്ക് പോവാണ്. ഇവിടെ നമുക്ക് ഇന്റഗ്രേഷൻസ്, അതുപോലെ നമ്മുടെ വാലറ്റ് ലോഗ്, എത്രയാണ് നമ്മൾ റീചാർജ് ചെയ്തിട്ടുള്ളത്, ആ കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അറിയാൻ കഴിയും. ഓരോ പ്രാവശ്യം റീചാർജ് ചെയ്തുള്ള സംഭവങ്ങൾ, ചാനലിൽ എത്ര മെസ്സേജസ് പോയി, എന്തുകൊണ്ടാണ് മെസ്സേജസ് പോകാണ്ടിരുന്നത്, ബാലൻസിൻ്റെ ഇഷ്യൂസ് കൊണ്ടാണ് ചിലപ്പോൾ ഉണ്ടാവുക. ഇങ്ങനെ ഓരോ രീതിയിൽ നമ്മൾ ഓരോ മെസ്സേജസ് അയക്കുമ്പോൾ മെസ്സേജസ് പോയിട്ടുണ്ടോ ഇല്ലയോ ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. അതേപോലെ നമുക്ക് ഓരോന്നിനും വരുന്ന കോസ്റ്റ്, ഈച്ച് കേസ് നമുക്ക് എത്രയാണ് കോസ്റ്റ് വരുന്നത് അത് നമുക്ക് കാണാൻ കഴിയും.
നമുക്ക് 14 പൈസ വന്നിട്ടുണ്ട്. പിന്നെ ഓരോന്നും എത്രയാണോ മെസ്സേജസ് വരുന്നത്, കോസ്റ്റ് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് എങ്ങനെയാണ് ഒരു മെസ്സേജ് നമ്മൾ സെൻഡ് ചെയ്ത് നോക്കാം. CRM-ൽ പോകാം. ഇവിടെ വന്നു നമ്മളിവിടെ ക്യാമ്പയിൻ ബട്ടൺ പ്രസ് ചെയ്തു. ക്രിയേറ്റ് ന്യൂ ക്യാമ്പയിൻ സെലക്ട് ചെയ്യണം. വാട്സപ്പ് ക്യാമ്പയിൻ എടുത്തു. അതിൽ ക്രിയേറ്റ് മെസ്സേജിങ് ക്യാമ്പയിൻ ചൂസ് ചെയ്തു. ഇതിൽ വേർഷൻ 2 ചൂസ് ചെയ്തു. ഇവിടെ നമ്മൾ ഇതിൻ്റെ പേര് കൊടുത്തു. നമുക്കത് ഇമ്മീഡിയറ്റ് ആയിട്ട് അല്ലെങ്കിൽ പിന്നീട് ഏതെങ്കിലും ടൈമിലേക്ക് വേണമെങ്കിൽ ആ രീതിയിലേക്ക് ഷെഡ്യൂൾ ചെയ്യാം. അതല്ലാതെ നമ്മൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് അവർക്ക് മെസ്സേജസ് അയക്കണമെന്നുണ്ടെങ്കിൽ ഡെയിലി മെസ്സേജസ് അയച്ച് റിപ്പീറ്റ് ചെയ്തിട്ട് അവരെ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. നെക്സ്റ്റ് കൊടുത്തു. ഇവിടെ നമുക്ക് ഓൾ കോൺടാക്ട് ഫ്രം CRM, നമ്മുടെ CRM-നകത്തുള്ള എല്ലാ കോൺടാക്ട്സിലേക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിന് നമുക്ക് സെഗ്മെന്റഡ് ആയിട്ട് ഏതെങ്കിലും പെർട്ടിക്കുലർ സെഗ്മെന്റിലേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ രീതിയിൽ തന്നെ കണ്ടീഷൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അതായത് ഇന്ന ദിവസങ്ങളിൽ ലാസ്റ്റ് ഇൻകമിങ് മെസ്സേജ് എന്താണ്, അല്ലെങ്കിൽ കോൺടാക്ട് ക്രിയേഷൻ ടൈം സ്റ്റാമ്പ് ഏതാണ്, ഏതെങ്കിലും ഗ്രൂപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ്, അങ്ങനെ ഓരോ രീതിയിലേക്ക് നമുക്ക് ഇതിനെ കസ്റ്റം ചെയ്തിട്ട് ഫോളോ ചെയ്യാം. ക്വിക്ക് കോൺടാക്ട് ആണെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് CSV വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്പർ വിത്ത് വേരിയബിൾ നമ്പർ അതിൻ്റെ കൂടെ കണ്ടീഷൻ അഡീഷണൽ ആയിട്ടുള്ള ഇത് വെച്ചിട്ടോ നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് നമ്പർ ഡയറക്റ്റ് ഒരു എക്സൽ ഫയലിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ചെയ്യാം. നമ്മളിപ്പം ഒരു സാമ്പിൾ ഇതാണെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്നു നമ്മൾ ഈ രീതിയിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജസ് പോകാം. നമ്മൾ ടെസ്റ്റ് മെസ്സേജ് ആയതുകൊണ്ട് മറ്റു നമ്പറിലേക്ക് അയക്കാൻ കഴിയില്ല. ഇങ്ങനെയുള്ള നമ്പേഴ്സ് നമ്മൾ എടുത്തു. നെക്സ്റ്റ് കൊടുത്തു. ഇവിടെ നമ്മൾ ചാനൽ ചൂസ് ചെയ്യാണ്. നമ്മൾ WSL ചാനലിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. ആ ചാനൽ ചൂസ് ചെയ്തു. ഇവിടെ നമ്മൾ പ്രീ അപ്രൂവ്ഡ് ടെംപ്ലേറ്റ്സ് ആണ് ചൂസ് ചെയ്യേണ്ടത്. പ്രീ അപ്രൂവ്ഡ് ടെംപ്ലേറ്റ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ടെസ്റ്റ് ആണ്. അപ്പോൾ വി ആർ വെയിറ്റിംഗ് ഫോർ യുവർ ഓർഡർ. ആ സംഭവത്തിൽ നമുക്ക് പിക്ചർ ഇവിടുന്ന് ചൂസ് ചെയ്യാം. ഏതാണോ പിക്ചർ വേണ്ടത് നമുക്കത് ചൂസ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ബോഡി വേരിയബിൾ ഈ ഒരു ഡിയർ സർ എന്നുള്ളത് എന്താണ് പേര് കാണിക്കുന്നത്. അപ്പോൾ സർ ആണെങ്കിൽ സർ കൊടുക്കാം. കോൺടാക്ട് നമ്പർ നമുക്ക് ഏത് കോൺടാക്ട് നമ്പർ വേണോ അത് നമുക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ. ഇവിടെ നമുക്ക് സാമ്പിൾ ഈ മെസ്സേജസ് നമുക്കൊന്ന് സാമ്പിൾ ആയിട്ട് ഏതെങ്കിലും നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് ചെക്ക് ചെയ്യണമെങ്കിൽ ആ രീതിയിലേക്ക് ചെക്ക് ചെയ്യാം. അതല്ല നമുക്ക് ഡയറക്റ്റ് മെസ്സേജ് ആണെങ്കിൽ ഇവിടെ ഒന്ന് സേവ് ക്യാമ്പയിൻ കൊടുത്തു. സംഭവം നമ്മൾ ക്യാമ്പയിൻ സേവ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് ട്രിഗർ ക്യാമ്പയിൻ എന്നുള്ളൊരു ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെസ്സേജ് ട്രിഗർ ചെയ്തു. വിത്തിൻ 10 minutes നമ്മുടെ മെസ്സേജസ് എത്രയാണോ നമ്മുടെ ഇതിലേക്ക് ഡാറ്റ കൊടുത്തിട്ടുള്ളത് അത്ര ആൾക്കാർക്ക് മെസ്സേജ് പോകുന്നതായിരിക്കും. നമുക്കതിൻ്റെ എങ്ങനെയാണത് സ്റ്റാർട്ടായി ഇനീഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സ് ഇവിടെ കാണാൻ കഴിയും. സെൻഡ് ആയിട്ടുണ്ട്. സെൻഡ് ഇപ്പോൾ ഒരു 2 minutes ടൈം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. നമുക്കൊരു ഗ്യാപ്പിൽ നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഓട്ടോമൈസേഷൻ ടൂൾ ഉണ്ട്. നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഒരാളുടെ മെസ്സേജ് അയക്കുകയാണെങ്കിൽ അതിന് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടും മറ്റൊക്കെ ഒരു ചാറ്റ് ബോട്ട് സെറ്റിംഗ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അത് വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഇതിലേക്ക് ചാറ്റ് ബോട്ട്സ്. നമുക്കൊരാൾ ന്യൂ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് റെസ്പോണ്ട് ചെയ്യണം.
ഇവിടെ നമ്മൾ ഓരോ ആക്ടിവിറ്റീസും നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ആ രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ചാറ്റ് ബോട്ട് ബിൽഡ് ചെയ്യാം, വർക്ക് ഫ്ലോ സേവ് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ സ്റ്റാറ്റസ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഓരോ മെസ്സേജും നമ്മൾ റിപ്ലൈ കൊടുക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ വർക്ക് ഫ്ലോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഓരോ ആക്ടിവിറ്റീസും ഇതിലേക്ക് ഏതാണ് കണക്ട് ചെയ്യേണ്ടതെന്നുള്ള രീതിയിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും ഞാൻ നമ്മുടെ ഡീറ്റെയിൽ ട്രെയിനിങ്ങിൽ കാണിക്കുന്നതാണ്. നമുക്ക് ലാസ്റ്റ് ക്യാമ്പയിൻ എന്തായെന്നുള്ളത് നോക്കാം നമുക്ക്. സോ ഇത് മെസ്സേജ് പോയിട്ടുണ്ട്, അത് ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ കഴിയും. 3 മെസ്സേജ് നമ്പറിലേക്കാണ് അയച്ചത്, 3 നമ്പറിലേക്കും ഡെലിവേർഡ് ആണ്. അതിൽ ഒരാൾ റീഡ് ചെയ്തിട്ടുണ്ട്, അടുത്തത് എൻ്റെയിലാണ്, ഞാൻ റീഡ് ചെയ്യുന്നുണ്ടോ നോക്കാം, റിസൾട്ട് വരെ നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ റീഡ് ചെയ്തു, ഈ നമ്പറിലും 2%. അങ്ങനെ ഓരോ ആളുകളും റീഡ് ചെയ്തതിൻ്റെ ഡാറ്റ അടക്കം നമുക്കിവിടെ കിട്ടുന്നതാണ്. കൂടാതെ നമ്മുടെ ഇതിൻ്റെ ഡാറ്റ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, ടെംപ്ലേറ്റ്സ് ഏതാണ് യൂസ് ചെയ്തത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയും. അതിൻ്റെ ഹിസ്റ്ററി, എത്ര പേര് റീഡ് ചെയ്തു, എത്ര പേര് ഡെലിവേർഡ് ആണ്, എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാൻ കഴിയും. കൂടാതെ നമുക്ക് ലൈവായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ട് ചാറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. കൂടുതൽ അറിയാനും മറ്റ് ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നമ്മുടെ മാർക്കറ്റിംഗ് ടീമുണ്ട്, അവരെ കോൺടാക്ട് ചെയ്യാം. ഇതിൽ നമ്മൾ മെറ്റയുടെ ചാർജസ് മാത്രമേ മെസ്സേജിന് ചാർജ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കൈമാറിയതിനു ശേഷം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം.